ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എന്തിനാ നോമ്പ് നോക്കുന്നത്? നോമ്പ് നോക്കിയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നെല്ലാം ചോദിക്കാറുണ്ട്. ഞങ്ങൾ നോമ്പ് നോക്കിയിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവരോടുള്ളതാണ് യെശയ്യാ പ്രവചനം 58 അധ്യായത്തിലെ വാക്യങ്ങൾ. നോമ്പ് നോക്കിയിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നവരോട് കർത്താവ് പറഞ്ഞു, എനിക്കിഷ്ടമുള്ളതുപോലെയല്ല നിങ്ങൾ നോമ്പ് നോക്കിയത്. നിങ്ങൾ തല കുനിച്ച് നടക്കുന്നതും ചാക്ക് വിരിച്ചിരിക്കുന്നതും ഒക്കെയാണ് നോമ്പെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചവരോട് കർത്താവ് പറഞ്ഞു, യഥാർത്ഥത്തിൽ നോമ്പെന്നത് ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുന്നതും നുകത്തിൻ്റെ കയറുകൾ അഴിക്കുന്നതും മർദ്ദിതരെ സ്വതന്ത്രരാക്കുന്നതും ഒക്കെയാണ്. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനമില്ലാത്തവനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിന് ഇഷ്ടമുള്ള നോമ്പ് എന്ന് കർത്താവ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്രയും കാലം നോക്കിയ കേവലം ഭക്ഷണത്തിൻ്റെ മാത്രം നോമ്പല്ല, നോമ്പിന് ഇങ്ങനെയൊരു വശമുണ്ട്. ഇതാണ് ദൈവത്തിന് ഇഷ്ടമുള്ള നോമ്പ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തോടെ നോമ്പ് നോക്കിയാൽ അവന് പ്രയോജനം കിട്ടാതെ പോകില്ല. ഈ തുടർന്നുള്ള വാക്യങ്ങളിൽ നോമ്പ് നോക്കുന്നവനുള്ള അനുഗ്രഹമായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ നീ നോമ്പ് നോറ്റാൽ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടി വിടരും, നീ വേഗം സുഖം പ്രാപിക്കും, കർത്താവ് നിന്റെ മുന്നിലും പിന്നിലും നടക്കും, നീ പ്രാർത്ഥിച്ചാൽ ദൈവം അരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് ദൈവം മറുപടി പറയും. അപ്പോൾ ദൈവം നമുക്ക് ഉത്തരം കിട്ടും. ദൈവം എല്ലാ സമയത്തും നമ്മെ നയിക്കും. മരുഭൂമിയിലൂടെ അനുഭവത്തിലൂടെ കടന്നുപോയാലും നമുക്ക് സമൃദ്ധിയുടെ നന്മ കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കും. നമ്മുടെ തലമുറകളും നമ്മുടെ എല്ലാ വഴികളും ദൈവം പുനരുദ്ധരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നല്ലൊരു നോമ്പ് നോറ്റാൽ, ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ നോമ്പ് നോറ്റാൽ ഇത്രയും അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകാനിരിക്കുന്നു. നമുക്ക് ഈ നോമ്പ് വലിയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനുള്ള നിമിഷങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.